ഹലോ ഗേസ് ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ സ്കൈ സ്പോർട്സ് ക്യാമ്പസ് ഗെയിമിംഗ് ലീഗ് BGMയുടെ ലാൻ ഇവന്റ് ഇന്നലെ ചെന്നൈയിൽ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. കോളേജ് സ്റ്റുഡൻസിന് മാത്രമായിരുന്നു ഈ ഒരു ഇവന്റ് ഉണ്ടായിരുന്നത്. അതിന്റെ ലാൻ ഫൈനൽസ് ആയിരുന്നു ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗാലാക്റ്റിക് വുൾസ് എന്ന് പറഞ്ഞുള്ള ടീമായിരുന്നു ഇതിന്റെ ചാമ്പ്യന്മാരായത്. ജോണതനും ജെല്ലി ആയിരുന്നു ഇതിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ക്യാമ്പസും കോളേജ് ലെവലിലും ഒക്കെ ഒരുപാട് ഈ സ്പോർട്സ് ടൂർണമെന്റുകൾ നടക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്യാമ്പസ് ലെവലിൽ ഗെയിമിംഗ് ആൻഡ് ഈ സ്പോർട്സ് വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻസ് ഈ ഒരു തരത്തിലുള്ള ഇവന്റ്സും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ സ്കൗട്ടിന്റെ ബയോ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ SA2 ഇ സ്പോർട്സ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം ഈ സ്പോർട്സിൽ ഏതൊക്കെ ഓർഗിന്റെ പാർട്ടാണോ അത് ജസ്റ്റ് ബയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. സ്കൗട്ടും ആൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് സ്കൗട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു സ്കൗട്ട് SA2 നിന്ന് ലെഫ്റ്റ് ആയോ ഇനി പുതിയ ഓർഗിലേക്ക് പോകുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഓർഗ് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. സ്കൗട്ട് അതിന് മറുപടിയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ കറന്റ് ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി റിമൂവ് ചെയ്തതാണ് ഇവിടെ നാട്ടിലേക്ക്. കാരണം സ്കൗട്ട് ഇപ്പോൾ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ വന്നതിന് ശേഷം അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കുന്നതായിരുന്നു ഇൻസ്റ്റാ സ്റ്റോറിയിലൂടെ സ്കൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ ഹാക്കിംഗ് അലിഗേഷനും എക്സ്പോസിങ് കോൾ റെക്കോർഡിങ് അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുടക്കമൊക്കെ ലിയോ വൈറ്റി നമ്മളെ ഇഗ്നൈറ്റ് ഗെയിമിങ്ങിലെ ലിയോ വൈറ്റിയിൽ നിന്നാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. ലിയോ വൈറ്റി ഇൻസ്റ്റയിൽ റോബിനെ ഒക്കെ മെൻഷൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോബിൻ ഇന്നലെ നമ്മളെ ലൈവിൽ വന്നിട്ടും കുറേ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യും കാൾ റെക്കോർഡിങ് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഗ്നൈറ്റിന്റെ എയ്സൺ എന്ന് പറഞ്ഞ പ്ലെയറിനെതിരെ ആയിരുന്നു റോബിന്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് തുടങ്ങുന്നത് സെമി ഫൈനൽസിൽ ലിയോ ആയിട്ട് ഒരു ക്ലച്ചിന്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയും അത് നമ്മൾ റോബിൻ കാണുകയും അവിടെ എയ്സന്റെ സൗണ്ട് പഴയ ഡീമൺ എന്ന് പറഞ്ഞ പ്ലെയർ റോബിന്റെ ഒക്കെ കൂടെ കളിച്ച ആ ഒരു റോബിനെ അറിയുന്ന ആ ഒരു ഡീമൻ അല്ലെങ്കിൽ ആ ഒരു ഹാക്കർ ഡീമന്റെ സൗണ്ട് പോലെ തോന്നുകയും അത് റോബിൻ നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് ഫുള്ളി കൺഫേം ചെയ്യുകയും ക്രാഫ്റ്റിന് അത് അയച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു റോബിന് ഈ ഒരു ലിയോ ആയിട്ട് വിളിച്ച് പറയുകയും ഈ പഴയ ഹാക്കറിന് എന്തിനാണ് ടീമിൽ നിങ്ങൾ കളിപ്പിക്കുന്നത് ആ ഒരു രീതിയിൽ ഒരുപാട് ചർച്ചകൾ വന്നു. എന്നിട്ട് ഐസൺ അല്ലെങ്കിൽ ഈ പഴയ ഡീമനെ റോബിൻ വിളിച്ചു അവിടെയും കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ക്രാഫ്റ്റൺ ഇപ്പം എന്തായാലും പെർമനന്റ്ലി ഈ ഒരു ടീമിന് ബാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലിയോ ആയിട്ട് ഇവിടെ ഒരുപാട് പ്ലേയേഴ്സിനെ മെൻഷൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ. ആൻഡ് അതിൽ ഒരു മെൻഷനിങ് ആയിരുന്നു STയുടെ സമയത്ത് ഡീമൺ എന്ന് പറഞ്ഞ ഈ ഒരു ഹാക്കിംഗ് അലിഗേഷനുള്ള ഐസൺ എന്ന് പറഞ്ഞ ഇപ്പൊ കളിക്കുന്ന പഴയ ഡീമൺ സാറങ്കിന്റെയും ബ്ലേസിന്റെയും കൂടെയൊക്കെ ഒരുമിച്ച് കളിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ലിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സാറങ്ക് ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറങ്കിനും ബ്ലേസിനും ഈ ഒരു ഡീമനെ കുറിച്ച് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ റോബിന് ഇത് അറിയായിരുന്നു. പക്ഷെ എല്ലാവർക്കും അത് ഒരു സീനാവുമെന്ന് വിചാരിച്ചിട്ടാണ് റോബിൻ അതന്ന് പറയാഞ്ഞത് അല്ലെങ്കിൽ അന്ന് അത് ഡിഫെൻഡ് ചെയ്ത് ആ ഒരു രീതിയിലായിരുന്നു സാറങ്ക് ലൈവ് സ്ട്രീമിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോഴത്തെ T1 ലെവൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് അവസ്ഥ. 50% മാത്രമേ ലെജിറ്റ് പ്ലേയേഴ്സ് ഉള്ളൂ. ബാക്കി 50% എന്തെങ്കിലുമൊക്കെ ഹാക്ക് ചെയ്ത് കയറി വന്ന പ്ലേയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ആ ഒരു രീതിയിലേക്കാണ് ട്രൈ ചെയ്യുന്നത്. അണ്ടർഡോഗ് ലെവലിൽ നല്ല രീതിയിൽ ഹാക്ക് ചെയ്ത് ഒഫീഷ്യൽ ഇവന്റിലേക്ക് വരിക, എന്നിട്ട് T1 ലെവലിലേക്ക് കയറുക, പിന്നെ ഹാക്ക് ഒഴിവാക്കുക. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ BGMയുടെ ഈ സ്പോർട്സ് ലെവൽ മാറുന്നത്. ക്രാഫ്റ്റൺ ഇതിനെതിരെ നല്ലൊരു ആക്ഷനും നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഫുള്ളി T1 ലെവൽ ഹാക്കേഴ്സ് കോമ്പറ്റീഷൻ ആയി മാറും. നമ്മളെ പഴയ മിനി മിലിറ്റി ഒക്കെ ഉള്ള പോലെ ആ ഒരു ലെവലിലേക്ക് ഈ ഒരു ഗെയിം നല്ല രീതിയിൽ ഡെഡ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ക്രാഫ്റ്റൺ ഇതിനെതിരെ നല്ലൊരു ആക്ഷൻ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇവന്റുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. ദ സ്പോർട്സ് ക്ലബ്ബ് കണ്ടക്ട് ചെയ്യുന്ന 10 ലക്ഷം രൂപയുടെ BGMA ടൂർണമെന്റിന്റെ ക്ലോസ്ഡ് ക്വാളിഫയേഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 24 ഇൻവൈറ്റഡ് ടീംസുകളാണ് വരുന്നത്. അതിൽ 18 ഇൻവൈറ്റഡ് ടീംസുകൾ അവരിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി 6 ഇൻവൈറ്റഡ് ടീംസുകൾ കൂടിയാണ് അനൗൺസ് ചെയ്യാനുള്ളത്. നമ്മൾ ഇൻസ്റ്റയിൽ കളിച്ച ആ ഒരു മലയാളി പ്ലേയേഴ്സിനെ അവർക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ ബ്ലൈൻഡും കാര്യങ്ങളൊന്നും ഇതിൽ ഇതുവരെ കളിക്കുന്നില്ല. എന്തായാലും ബാക്കിയുള്ള 6 ടീമുകൾ ഏതൊക്കെയാണ് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇന്ന് 5 മണിക്ക് ദ സ്പോർട്സ് ക്ലബിന്റെ യൂട്യൂബ് ചാനൽ നമുക്ക് ഇവന്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ലൈനപ്പ് ചേഞ്ചുകൾ നോക്കുകയാണെങ്കിൽ ഓട്ടോബോട്സിൽ ഉണ്ടായിരുന്ന റീക്കോ ഇതാ ടീം തമിഴാസിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. തമിഴാസിന്റെ BGMA റോസ്റ്റേഴ്സിലേക്കാണ് റീക്കോ ജോയിൻ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ലൈനപ്പ് ചേഞ്ച് എന്ന് പറയുന്നത് നിഞ്ച ജോഡിന്റെയാണ്. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഞ്ച ജോഡ് സോളിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ അതാ മോഗോയുടെ പ്ലേയേഴ്സിന്റെ കൂടെയാണ് നിഞ്ച ജോഡ് സ്ട്രിംസും കാര്യങ്ങളൊക്കെ കളിക്കുന്നത്. മോഗോയില് നിഞ്ച ജോഡിന്റെ ഒരു ട്രൈ ഔട്ട്സ് നടക്കുകയാണോ എന്നുള്ള റൂമേഴ്സ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഫ്യൂച്ചറിൽ നമുക്കറിയാം നിഞ്ച ജോഡ് മോഗോയിലേക്കാണോ അല്ലെങ്കിൽ വേറെ ഏത് ടീമിലേക്കായിരിക്കും ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ അപ്പോൾ കമന്റ് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോസ് ബൈ ഗൈസ്.